ഇത് കണ്ട ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നലെ വാങ്ങിയതാണ്. ഇത് നല്ല വലിയൊരു പത്തിരി ഓറോട്ടിയൊക്കെ ചുടുന്ന ഒരു ഓടാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആദ്യം ഇവിടെ നിന്ന് ചുട്ട് നോക്കട്ടെ, കൊള്ളാവോന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓട് കണ്ടതും വാങ്ങിയതും. അപ്പോൾ ഓറോട്ടി ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇത് ഒന്ന് കടലാസെല്ലാം പറിച്ചെടുത്തൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ. ഇനി കുറച്ച് ലിക്വിഡ് ഇട്ടിട്ട് കഴുകും. കുറേ ഒരു 10 ഇതിനകത്ത് ഉണ്ടാക്കാന്നാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ മറ്റേ ഓടാകുമ്പോൾ ഇല്ലേ, നമ്മൾ കല്ലിൽ ഒറോട്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഊരിയിട്ട് വീഴുകയൊക്കെ ചെയ്താകുമ്പോൾ ഊരിയൊന്നും വീഴൂല. ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഓടിഷ്ടം പോലെ ഉണ്ട്, 2-3 ഉണ്ട് നാട്ടിൽ, ചെറുതും വലുതെല്ലാം ഇട്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വാങ്ങണമെന്ന് തോന്നി. വെള്ളത്തിൽ കൂടി കഴുകി ഇതിൻ്റെ സോപ്പുമാരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ പഠിച്ചോനെ വണ്ണം നോക്കിയാട്ടെ. അപ്പോൾ ഇനി നമുക്ക് നാട്ടിലെ അടുപ്പൊന്നും ഇത്ര കത്തലൊന്നും ഇല്ല. അപ്പോൾ നല്ല ചൂട് വേണമെന്ന് തോന്നും ഇതിന്. നോക്കട്ടെ, ചുട്ട് നോക്കട്ടെ. പകുതി ഭാഗമില്ലേ അടുപ്പിൻ്റെ പുറത്താണുള്ളത്. ഇനിയിപ്പോൾ ചൂടായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഞാൻ ഒറോട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇല്ലേ വാഴയിലൊന്നും കിട്ടൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പരത്തി ഇടലാണ് കേട്ടോ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ. ഒരു കയ്യിൽ ഫോണാണ്, ശരിക്കൊന്നും കാണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ, ഈ പെണ്ണുങ്ങന്മാർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം സാധാരണ നമ്മൾ ഒരു ഓട് വാങ്ങിയാൽ അതിന് ഇതുപോലെ സൈഡ് ഉണ്ടാവില്ല, ഇതേപോലെ. അപ്പോൾ ഊരി ചില സമയം എന്തെയും നമ്മൾ ഒറോട്ടിയൊക്കെ ചുടുമ്പോൾ ഊരി താഴേക്കൊക്കെ വീഴും, അന്നേരം നമ്മൾ നല്ല ബുദ്ധിമുട്ടും. അപ്പോൾ ഇതിനെന്താവില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. എണ്ണയും ഒലിച്ച് ഇങ്ങോട്ട് വരില്ല, ഈ ഒറോട്ടിയും വീഴൂല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കണ്ടെടുത്ത് നല്ല അടിപൊളി ഓടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ മറിച്ചിട്ട് ഒറോട്ടി പരത്തി ഇട്ട്. അപ്പോൾ ഇനി നാട്ടിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കോ, അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ 7 ഒറോട്ടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ശരിക്ക് 8 ഇട്ട് കൊടുക്കുക. കാരണം എൻ്റെ അടുത്ത് ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ പരത്തിയതുകൊണ്ട് എനിക്ക് 7 ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലയിൽ പരത്തിയിടുമ്പോൾ നമുക്ക് ശരിക്കും 8 ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സംഭവം ചുട്ട് കഴിയും. നാട്ടിൽ കുറേ പിന്നെ ചില ആൾക്കാർക്ക് ഉസ്താദിൻ്റെ ഫുഡ് കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും, പിന്നെ കുറേ കുട്ടികളുള്ള ആൾക്കാർ, അങ്ങനത്തെവർക്കൊക്കെ പറ്റിയ ഒരു ഓടാണിത്. ഇന്ന് നമ്മുടെ കണ്ണൂക്കാരുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറി ഒറോട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയ ഓടാണ്. പറയുമ്പോഴൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ചെറിയ പൈസയുള്ളൂ. നാട്ടിലത്തെ 2500 രൂപ വരുന്നുണ്ട്. 102 റിയാലിനാണ് ഞാനിത് വാങ്ങിയത്. ഇവിടുത്തെ 102 റിയാൽ. അപ്പോൾ നാട്ടിലത്തെ 2500 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓടാണ് കേട്ടോ. എനിക്കിഷ്ടമായതുകൊണ്ട് നിങ്ങളെയും കൂടി അറിയിച്ചതാണ്. എന്നെപ്പോലത്തെ ആൾക്കാർ ഇതൊക്കെ നോക്കുമല്ലോ, നാട്ടിൽ പോകുന്നവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുമല്ലോ, അതാ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.